ആരോഗ്യവും രുചിയും ചേർന്ന് നല്ല ഭംഗിയുള്ള ദോശ ഉണ്ടാക്കുക. അതിനായിട്ട് ഉഴുന്നും റാഗി, നമ്മുടെ പഞ്ഞപ്പുല്ല് മുഴുവനേ ഉള്ളതാണ്, പൊടിയല്ല, അതും ഉലുവായും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുതുക്കാനിടുകയാണ് വെള്ളത്തിൽ. അത് കഴുകണം, കഴുകി അഴുക്കൊക്കെ കാണുമല്ലോ. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിരാൻ ഒരു 6-8 മണിക്കൂർ, അല്ലെ രാത്രിയിൽ ഇട്ടാലും മതി. എന്നിട്ട് ആ വെള്ളം തന്നെയാണ്, പിന്നെ ഞാൻ കഴുകിയില്ല, രാവിലെ ആ സെയിം വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് അരയ്ക്കുന്നത്. കണ്ടില്ലേ വെള്ളത്തിൻ്റെ മുകളിൽ പത കിടക്കുന്നേ, അത് പതം ചെറുതായിട്ടൊന്ന് പുളിക്കുന്നതല്ലേ. എന്നിട്ടത് അരയ്ക്കാനിട്ടു മിക്സിയിലേക്ക്. അതിലേക്ക് അവലും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് വേണേൽ ചോറ് അരച്ചാലും മതി. എന്നിട്ട് ആവശ്യം ഒരുപാട് വെള്ളം ഒഴിക്കൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കണം. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാലും മതി. ഞാനിപ്പോൾ അങ്ങ് ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് അത് പൊങ്ങാനായിട്ട് വെക്കണം. ഒരു 4-5 മണിക്കൂർ, ചൂടുള്ള സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ 4-5 മണിക്കൂർ മതി, അല്ലെങ്കിൽ ഇച്ചിരി നേരം വെക്കണം. അതാവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി കൂടി അരയ്ക്കാൻ വേണ്ടി തേങ്ങയും കടലപ്പരിപ്പും പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലൊരു ഗ്രീൻ ചട്നി കൂടി ഉണ്ടാക്കി അതിന് വേണ്ടി. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുഞ്ഞുള്ളി ഇടാൻ ഞാൻ മറന്നു പോയായിരുന്നേ. ഉഴുന്നും മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ചുവന്ന മുളകും കരിയാപ്പില ഇട്ടെടുക്കണം. കുഞ്ഞുള്ളി കൂടി ഇടണം, നല്ല ടേസ്റ്റാണ്, ഞാൻ വിട്ടുപോയത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ചമ്മന്തിയാണേ. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്, ഇതിന് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ അത് റെഡിയായത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ മാവ് പൊങ്ങിയ കണ്ടോ, ഞാൻ അവൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടാണ് വെച്ചിരുന്നേ. അപ്പോൾ കണ്ടോ, ഇത് നല്ല ലൈറ്റായി. അപ്പോഴത്തന്നെ ഈ മാവ് കാണുമ്പോൾ തന്നെ അറിയാം ദോശ, ഇനി അരി ഉപയോഗിക്കുകയേ വേണ്ട ദോശ ഉണ്ടാക്കാൻ, അത്ര ടേസ്റ്റിയാണിത്. അപ്പോൾ അതിൽ ആവശ്യമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. തവ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട്, ഇത് കണ്ടോ പൊങ്ങി വരുന്ന കണ്ടോ കൊമളയൊക്കെ, അപ്പോൾ അറിയാം നിങ്ങൾക്ക് റെഡിയായെന്ന്. ഇതിൻ്റെ നടുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കണേ. എണ്ണ ഒഴിച്ചാൽ മതി, പക്ഷേ നെയ്ക്കാണ് ടേസ്റ്റ്. നെയ്യ് ഇച്ചിരി ഒഴിച്ചിട്ട് വേകുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് തിരിച്ചിട്ട് കണ്ടോ ദോശ. നല്ല സൂപ്പർ ദോശയാണ്, സോഫ്റ്റ് ദോശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി എടുക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ട സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി. കണ്ടോ ദോശ റെഡിയായി. ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുറിക്കുമ്പം കണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കിയേ. ഇത് ഞങ്ങളുടെ അത്താഴമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെ അരച്ച് വൈകിട്ട് ഉണ്ടാക്കുന്നേ. ആരോഗ്യം, ടേസ്റ്റ് എല്ലാം ഒന്നിച്ചുള്ളതാണേ. 1-ാം ക്ലാസ് ദോശ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.